ഹലോ, ജെയ്സൺ ബ്ലോഗ് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു എമർജൻസി എങ്ങനെ സർവീസ് ചെയ്യാമെന്നാണ് കേട്ടോ. ഓക്കെ, അതായത് ഈ ഒരു എമർജൻസി എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് ആ എമർജൻസി. കാണുന്നുണ്ടോ? ഫാസ്റ്റ് ട്രാക്ക് എന്ന കമ്പനിയുടെ ഒരു എമർജൻസി ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഓക്കെ, ഈ എമർജൻസി നമുക്ക് കറണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ ഇൻഡിക്കേറ്ററുകൾ കത്തുന്നതാണ് കേട്ടോ. പച്ച ചുവപ്പ് ഇൻഡിക്കേറ്റർ രണ്ടും ഒരുമിച്ച് കത്തി നിൽക്കുകയാണ്. മിക്കവാറും ഇതിൻ്റെ ബാറ്ററി ആയിരിക്കും കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ ഈ ബാറ്ററിയിലേക്ക് ചാർജ് ആകുന്ന സെക്ഷൻ കംപ്ലൈൻ്റ് ആകാം. അപ്പോൾ അതെന്താണ് നമുക്ക് അഴിച്ച് നോക്കാം. ഓക്കെ, ഇതാ എമർജൻസി അഴിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉള്ളത് കണ്ടോ. കാണുന്നുണ്ടല്ലോ. ഇതതിൻ്റെ ബാറ്ററി, ഇതിൻ്റെ ട്രാൻസ്ഫോമർ, ഇത് ബോർഡ്, ഇതാണ് LED പാനൽ. ഓക്കെ, നമ്മളിത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ബാറ്ററി കംപ്ലൈൻ്റ് ആണോ എന്നാണ്. ഓക്കെ, ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി പെർഫെക്റ്റ് പ്ലസ് എന്ന പേരുള്ള ഒരു കമ്പനിയുടെ ബാറ്ററിയാണ്. 6 വോൾട്ട് 5 ആമ്പിയർ ബാറ്ററി കണ്ടോ. 6 വോൾട്ട് 5Ah 6 വോൾട്ട് 5Ah ബാറ്ററിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിലിപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 3 വോൾട്ടേജേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ മൾട്ടിമീറ്ററിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റാൻഡും കാര്യമൊന്നും ഇല്ല കേട്ടോ. ചാനൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. $1 കിട്ടി തുടങ്ങിയിട്ട് വേണം സ്റ്റാൻഡെല്ലാം വാങ്ങിക്കാൻ. മൾട്ടിമീറ്റർ കാണുന്നുണ്ടോ? പഠിച്ചവനറിയാം കേട്ടാ. മൾട്ടിമീറ്ററിൽ നോക്കാം 3 വോൾട്ടേജ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ചെക്ക് ചെയ്യേണ്ടത് ഈ എമർജൻസിൻ്റെ ബോർഡിൽ നിന്നും ബാറ്ററിയിലേക്ക് വോൾട്ടേജ് വരുന്നുണ്ടോയെന്നാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിതാ ബാറ്ററി പോയിന്റിൽ, അതായത് ബോർഡിൽ ബാറ്ററിയിൽ കണക്ഷൻ വരുന്ന ആ പോയിന്റിൽ മൾട്ടിമീറ്റർ കണക്ട് ചെയ്ത് വെച്ചു. കാണുന്നുണ്ടല്ലോ. ഇത് കറണ്ട് കൊടുക്കുമ്പോൾ മൾട്ടിമീറ്ററിൽ എത്ര വോൾട്ടേജ് വരും നമുക്ക് നോക്കാം. എത്ര റീഡിംഗ് ഉണ്ടാവും. 11 വോൾട്ടേജ് മൾട്ടിമീറ്ററിൻ്റെ റീഡിങ് കാണിക്കുന്നുണ്ട്. സാധാരണ 9 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറാണ് ഇതിൽ ഉപയോഗിക്കൽ. അത് നമ്മുടെ സർക്യൂട്ട് വോൾട്ടേജ് വർദ്ധിപ്പിച്ചിട്ട് ആണ് ബാറ്ററിയിലേക്ക് കൊടുക്കൽ. അത് ഫിൽറ്ററിങ്ങെല്ലാമായി കപ്പാസിറ്ററിലേക്ക് കൂടുതൽ ചാർജ് കയറി വരുമ്പോൾ അങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ. ബാറ്ററി കണക്ട് ചെയ്യുമ്പം അത് ഒരു 7 വോൾട്ടൊക്കെ ആയി മാറും കേട്ടോ. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമ്മൾ ബാറ്ററി ഇട്ടു കേട്ടോ. പുതിയ ബാറ്ററി, എമർജൻസിയിൽ പുതിയ ബാറ്ററി ഇട്ടു. നമ്മൾ ഇട്ടിരിക്കുന്ന ബാറ്ററി 6 വോൾട്ട് ബാറ്ററി നമ്മതിനകത്ത് ഫിറ്റാക്കി കഴിഞ്ഞു. 10 മാസം വാറണ്ടിയാണ് കൊടുക്കുന്നത്. 10 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ബാറ്ററി കംപ്ലൈൻ്റ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് മാറ്റി കിട്ടും. പിന്നെ കത്തിച്ച് കാണിച്ചു തരാം കേട്ടോ. എമർജൻസി വർക്ക് ചെയ്ത് തുടങ്ങി കേട്ടോ. പുതിയ ബാറ്ററി ഇട്ടിട്ടുള്ള അവന് ചാർജെല്ലാം നല്ല പവർ ഉണ്ടാവും വെളിച്ചത്തിൽ. ഓക്കെ, അപ്പോൾ ഇതുപോലെ കംപ്ലൈൻ്റ് ആയ എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ പവർ പ്ലസ് ഇലക്ട്രോണിക്സിനെ കൊണ്ടുവരാം. നിങ്ങളുടെ എമർജൻസി ഏതുമാകട്ടെ എല്ലാം റിപ്പയർ ചെയ്ത് തരും. ഓക്കെ, കേട്ടോ. ഏതാ പ്രകാശം ഉണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ എമർജൻസിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞു. അപ്പോൾ നല്ല പ്രകാശത്തോടെ കത്തുന്നവർ നിങ്ങൾ കാണാൻ സാധിക്കും. ഇത് പുതിയ ബാറ്ററിയാണ്. ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ല ബ്രൈറ്റ്നസ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്താലേ വ്യൂസും ലൈക്സും കമൻസും സബ്സ്ക്രൈബെല്ലാം കൂടിക്കഴിഞ്ഞാൽ മാത്രമേ എന്താവും ചാനൽ മോണിറ്റൈസേഷൻ ആവുള്ളൂ, വരുമാനം കിട്ടുള്ളൂ.
നല്ല വരുമാനം കിട്ടിയിട്ട് നല്ല മൈക്കും സ്റ്റാൻഡൊക്കെ വാങ്ങിക്കാൻ. ഇപ്പോൾ ലൈവ് ചെയ്തുകൊണ്ട് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും വോയിസിൽ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്തുമാകട്ടെ, നിങ്ങളുടെ എമർജൻസി ആയാലും ടി വി ആയിക്കഴിഞ്ഞാൽ എന്തുമാകട്ടെ, ഏത് കമ്പനിയുടെ ആകട്ടെ, പവർ പ്ലസ് ഇലക്ട്രോണിക്സ് പഴയങ്ങാടിയിൽ എത്തിക്കുക. എല്ലാം ശരിയാക്കി തരും. ഓക്കെ, ബൈ ബൈ.